Hi friends, welcome to Artolog. Me dinesh, I am fine artist. Thrissur ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ നടക്കുന്ന മച്ചാട് മാമങ്ക കാണാനാണ് പോകുന്നത്. എൻ്റെ കൂടെ പ്രമോദ് ഒരു ശില്പിയും ചിത്രകാരനുമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര പോകുന്നത്. ഇവിടെ നിന്നൊരു 42 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ വളരെ ഷോർട്ട് കട്ടായ മണ്ണുത്തി റൂട്ടിലാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മാമങ്കത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇത് ഏത് ദേശക്കാരനാണ് ചേട്ടൻ? തെക്കുംകര. ഈ അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യം ഒന്ന് പറയാമോ? ഈ തൃശ്ശൂർ ജില്ലയിൽ 3 അമ്പലമുണ്ട്. ഒന്ന് മറ്റേ മണ്ണുത്തി, പിന്നെ ഒന്ന് ഇവിടെ ഈ ഉത്രാളിക്കാവ് അപ്പുറത്തെ ഒരു അമ്പലമുണ്ട്, ഉള്ളൂർക്കര തിരുവാണിക്കാവ്. പിന്നെ ഇവിടെ ഉണ്ട്, എവിടെ പെരിങ്ങോട്ടുകാർ തിരുവാണിക്കാവ് ഉണ്ട്. അങ്ങനെ 6 ദേശക്കാര്. ഈ അമ്പലത്തിന്റെ പ്രതിഷ്ഠ ഭഗവതി. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണോ അത് നടക്കുന്നത്? കൊയ്ത്ത് കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള പാടത്താണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പണ്ട് ഈ കൊയ്ത്ത് ഉത്സവം കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് ഇവിടെയുള്ള ആൾക്കാരില്ലേ, പുറമൊന്നും ആരുമില്ല. എല്ലാ ദേശത്തും അവരവരും നടത്തുക ഉണ്ടാക്കണത്. പക്ഷേ ഇവിടെ ഈ 3 ദേശത്തും നടത്തുന്ന ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞ ഒരാളാണ്. നമ്മുടെ ഈ ദേശത്തെ ആളാണ് മെയിനായിട്ട്. തെക്കുംകരയുള്ള ആൾക്കാരാണ് മെയിനായിട്ട് നടത്തുന്നത്.
മണലിത്ര ദേശമാണോ ഞങ്ങളുടെ ദേശം. മണലിത്ര ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ചാട് തിരുവാണിക്കാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശം തന്നെയാണ്. അതായത് മച്ചാട് മാമാങ്കം നടത്തുന്നത് കുന്നംപറമ്പ്, പനങ്ങാട്ടുകര, തെക്കുംകര എന്നിങ്ങനെ ഓരോ ദേശങ്ങളാണ്. അത് ഓരോ വർഷം അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇതിൽ ഞങ്ങളെല്ലാവരും പങ്കാളികളാണ്. ഞങ്ങൾ പങ്കാളികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണലിത്തറ, വിരിപ്പാക്ക, കരുമത്ര, മംഗലം, ആർലിക്കാട്, തെക്കുംകര ഞങ്ങളെല്ലാ ദേശക്കാരും ഇതിൽ പങ്കാളികളാണ്. ഈ മറ്റേ നേരത്തെ പറഞ്ഞ 3 ദേശക്കാർ 3 വർഷം കൂടുമ്പോൾ ഓരോരുത്തരുണ്ടാവുള്ളൂ. ഞങ്ങളെല്ലാ വർഷവും ഇതിൽ പങ്കാളികളാണ്. അതിൽ മണൽത്ര ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുതിരയുടെ ദേശം ഞങ്ങൾക്കാണ്. ഞങ്ങൾ 3 കുതിര കൊണ്ടുപോയി മണൽത്രയെന്ന്. അത് ഞങ്ങളുടെ കാരണന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് തന്നിട്ടുള്ളൊരു പ്രത്യേക ഇതാണ്. ഞങ്ങൾ വലിയ ദേശമാണ്. ഇന്നലെ മച്ചാട് മാമാങ്ക വേലയെല്ലാം ഷൂട്ട് കഴിഞ്ഞ് വന്ന സമയത്ത് ഒത്തിരി നേരം വൈകി. എൻ്റെ സുഹൃത്ത് അപ്പോൾ തന്നെ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോയി. മച്ചാട് മാമാങ്കത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും നടക്കുന്ന ഓരോ ചടങ്ങുകളും ഓരോ പ്രോഗ്രാമുകളും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. നിങ്ങൾ പ്രേക്ഷകരിലേക്ക് ഓരോ മുക്കിലും മൂലയിൽ നടക്കുന്ന കാര്യങ്ങൾ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അത്രയും ഷൂട്ട് ചെയ്തത്. അതിന് ക്ഷീണം, ഇന്നലെ നല്ല വെയിലായിരുന്നു, വെയിൽ കൊണ്ടിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അതിന് ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. നമ്മൾ 2 പാർട്ടാക്കിയിട്ട് ആ വീഡിയോ മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ പാട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. മച്ചാട് മാമാങ്കത്തിൻ്റെ ആദ്യത്തെ പാട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മച്ചാട് മാമാങ്കത്തിൻ്റെ 2ാം പാർട്ടിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.